ഞങ്ങൾ താമസിച്ച മോൻ്റെ വീടിൻ്റെ പുറകിലത്തെ ബാക്ക് യാർഡിലെ ഞങ്ങളുടെ ഒരു കൊച്ചു കൃഷിയെ പറ്റിയാണ് ഇന്ന് കാണിക്കുന്നത്. പിള്ളേർക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങൾ പിള്ളേരും കൂടി ചെയ്യാൻ വേണ്ടി അപ്പ അവിടെയൊക്കെ ഒന്ന് റെഡിയാക്കുമായിരുന്നു. പിള്ളേർക്ക് ഹോളിഡേ ആയി. എന്നാൽ പിന്നെ ഒരു ടൈം പാസിനായിട്ട് ബാക്കിൽ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ചെടി കൃഷി ചെയ്യാനുള്ള ചെറിയൊരു പുറപ്പാടാണ്. അപ്പം പിള്ളേരെയും കൂട്ടി പിള്ളേർക്കും ഇൻട്രസ്റ്റ് ഉണ്ട്, മോന് ഇൻട്രസ്റ്റ് ഉണ്ട്, മോൾക്കും ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ പിള്ളേർക്ക് വേണ്ടി കുറച്ചൊക്കെ അവിടെ നട്ടു വയ്ക്കുവാണെങ്കിൽ ഞങ്ങൾ അടുത്ത മാസം തിരിച്ചു പോരുവാണ്. അപ്പോൾ അത് നോക്കാനൊക്കെ അവർക്കൊരു ടൈം പാസ്സാണല്ലോ. 2 മാസം അവധിയുണ്ട്. ഇന്നത്തെ പരിപാടികൾ അതൊക്കെയാണ്. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഫോളിൻ്റെ ലാസ്റ്റായിരുന്നു, അവസാന സമയമായിരുന്നു. അപ്പം ഇലകളൊക്കെ കുറേ പൊഴിഞ്ഞ് കിടക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം ഞങ്ങളൊന്ന് ക്ലീൻ ചെയ്തു. ഞങ്ങളെല്ലാവരും കൂടെ, കുട്ടികൾക്ക് ഭയങ്കര ഉത്സാഹമായിരുന്നു ചെയ്യാൻ വേണ്ടി. അപ്പോൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് സ്പ്രിങ് ടൈമിലാണ് ഞങ്ങൾ പോരുന്നതിന് മുമ്പാണ് കൃഷി ഞങ്ങൾ ചെയ്യുന്നത് അവിടെ. ഇത് പിള്ളേർക്ക് ഹോളിഡേ ഒക്കെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഒരുമിച്ച് കൃഷിക്കുള്ള കാര്യങ്ങളൊക്കെ കൂട്ടി. ഇവിടുത്തെ ഗാർഡൻ ഷോപ്പാണ് ലോസ്. അവിടെ നിന്നാണ് കൃഷിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. എക്യുപ്മെൻറ്റ്സ്, വളം, ചെടികൾ, വിത്തുകൾ എല്ലാം അവിടെ ലഭിക്കും. ഓർഗാനിക് ഉണ്ട്, ഓർഗാനിക് അല്ലാത്തതുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതിനകത്ത് കയറിയപ്പോഴത്തേക്കും ഇഷ്ടം പോലെ ഹൈഡ്രാഞ്ചിയ പല കളറിലിരിക്കുന്നതാണ്. കാണാൻ നല്ല രസമാണ്. കണ്ടാൽ അവിടെ കയറിക്കഴിഞ്ഞാൽ എല്ലാം മേടിക്കാൻ തോന്നും. ഇതിനകത്ത് നിറച്ച് മല്ലി ഇലയാണ് കിളുത്ത് നിൽക്കുന്നത്. അതിനിപ്പം കട്ട് ചെയ്യണം, കാരണം അത് പൂവായി. മല്ലിയില ഏതാണ്ട് നമ്മുടെ പൊക്കത്തിലായി. അതെ, പൂവായി. കട്ട് ചെയ്താലേ അത് പൊട്ടിക്കിളുത്ത് വരത്തുള്ളൂ. വേറെ നല്ല മണമാണ്, നല്ല സ്മെല്ലാ. മെലൻ നിപ്പുണ്ട്. ഈ സൈഡ് മുഴുവൻ പുല്ല് കയറി കിടപ്പുണ്ട് കല്ലിൻ്റെ മേളിൽ കൂടെ. അത് നമുക്ക് ഇച്ചിരി വിനാഗിരി ഉപ്പും കൂടെ ഇട്ട് സ്പ്രേ ചെയ്താൽ ഉണങ്ങിപ്പോകുന്നൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അതൊന്ന് പരീക്ഷിച്ച് നോക്കണം. പിന്നെ തന്നെ ഇതെല്ലാം ഈ 2 ആഴ്ചയ്ക്ക് മുമ്പ് വെട്ടിയതാണ് കംപ്ലീറ്റ്. മഴ പെയ്തപ്പോൾ എല്ലാം കിളുത്തു. ഇനിയിപ്പം കംപ്ലീറ്റ് പുല്ല് വെട്ടണം. ഇതിന്റെ ഫിറ്റ് ചെയ്യുന്ന വെച്ചാൽ ഇത് P2 എന്ന് പറഞ്ഞ ഷീറ്റ് ഉണ്ട്, 2 എണ്ണം. അത് 2 സൈഡിൽ വരും. അപ്പം അത് ലെങ്ത് കുറഞ്ഞതാണ്. മറ്റേത് P1 എന്ന് പറഞ്ഞിട്ട് 4 ഷീറ്റ്. അപ്പം 8 അടി നീളം വരും. 8 അടി നീളം വന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ക്രോസ് വരുമ്പോൾ ഇത് തമ്മിലൊരു പിടുത്തമാവും. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഇവിടെ ഒരു ബഡ് പോലെ വെച്ചിട്ട് പുല്ല് മാറ്റി. ഇതിനകത്ത് വെണ്ടയെല്ലാം നമ്മൾ നട്ടു വെച്ചിട്ട് അത് എല്ലാം കിളുത്ത് നിപ്പുണ്ട്. അതിനെല്ലാം 2 ലെയറായിട്ട്. ഇവിടെ എന്തോ തരത്തിലുള്ള മെലനൊക്കെ പൂട്ട് നിപ്പുണ്ട്. പിന്നെ ക്യാരറ്റ് ആണ്. അത് ഇവിടെ ഈ ബഡിലുണ്ടായിരുന്ന ക്യാരറ്റ് ആണോ എന്നറിയത്തില്ല എന്താന്ന്. ഈ ഭാഗത്ത് അവിടുത്തെ പുല്ല് പറിക്കും. പുല്ല് പറിച്ചിട്ട് അവിടെ ഒരു ബഡ് ഒരുക്കിട്ട് ഈ സാധനം തൂമ്പായുണ്ടോ? തുമ്പായുണ്ട്. ഇത് കോരി ഇങ്ങനെയുള്ളതുണ്ട്. അത് വെച്ചിട്ട് ആ പുല്ലെല്ലാം പറിച്ചിട്ട് ഈ സാധനം കൊണ്ട് ഫിറ്റ് ചെയ്യും. ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഷീറ്റ് 1 2 3 4 6 ഷീറ്റുകൾ. ഇത് നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ നാട്ടിൽ ചെയ്യാവുന്ന കാര്യം. നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഈ റൂഫിംഗ് ഷീറ്റൊക്കെ ഒത്തിരി വേസ്റ്റ് വരുന്നുണ്ട്. വേസ്റ്റ് വരുന്ന വെച്ചിട്ട് ഇതുപോലത്തെ ബഡുകൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമ്മുടെ നാട്ടിലെ ആൾക്കാരത് നോക്കത്തില്ല. ശരിക്കും പറഞ്ഞാൽ അത് മണ്ണ് കിഴിച്ച് അവിടെ മണ്ണിലേക്ക് അങ്ങ് വെക്കത്തേ ഉള്ളൂ. ഇവിടുത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതുപോലെ ബഡുകൾ ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് അവിടെ ഇരിക്കുന്ന ആ മണ്ണ്, മറ്റേ ടോപ്പ് സോയിൽ കൊണ്ട് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ ഇത് വെച്ചിട്ടാണ് ചെടികൾ വെക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ കോർണറുകൾ വരും. മെയിൻലി നമ്മുടെ നാട്ടിൽ ചെയ്യണമെങ്കിൽ ഈ ഇതുപോലത്തെ കോർണേഴ്സ് കിട്ടണം. ഈ കോർണർ ഡിസൈൻ ആണ് ഇതിനകത്ത് പ്രധാനം. കിട്ടുമോ? നമ്മുടെ നാട്ടിൽ കിട്ടുമോ? ഇല്ല, കിട്ടത്തില്ല. അറിയത്തില്ല ഇതുവരെ. ഇവിടെ പിന്നെ ഈ ഹോം ഡിപ്പോയില് എല്ലാം കിട്ടും. വീട് പണി നമുക്കിത് നമ്മുടെ നാട്ടിലുണ്ടോന്ന് അറിയത്തില്ല. കാര്യം നമ്മൾ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. ഇല്ല, ഇതിപ്പോ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ഓരോന്നായിട്ട്. ലേബർ ഭയങ്കര കൂടുതലല്ലേ. അപ്പയ്ക്ക് ഇവിടെ വന്നാൽ ഈ പണി കിട്ടും കേട്ടോ. അതെ, ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഗാർഡൻ പണി ചെയ്യാം, പുല്ല് വെട്ടാം. അമേരിക്കയിലെ എല്ലാത്തിനും ഡോളറുകളാണ്. കാർ കഴുകി കൊടുക്കാം. പണി ഇഷ്ടം പോലെ കണ്ടുപിടിച്ചിട്ടുണ്ട്. കുറിച്ച് അപ്പയ്ക്കില്ല അറിയാവുന്നേ. അല്ല, ഇതിപ്പോ എന്തായാലും 3 സൈഡ് ഫിറ്റ് ചെയ്തു. ഇനിയിപ്പോ ഇവിടെ 2 ഷീറ്റ് കൂടെ വെച്ചിട്ട് ഈ ഷീറ്റുകൾ തമ്മിൽ
ട്വിസ്റ്റ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി ഒരു കമ്പിയുണ്ട്. ഈ കമ്പി ക്രോസ് ആയിട്ട് വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ല കൂളായിട്ട് എടുത്ത് അവിടെ കൊണ്ടുവയ്ക്കാം. എന്നിട്ട് ഇതിനകത്ത് ഇപ്പൊ മണ്ണ് നിറയ്ക്കണമെങ്കിലാ പാട്. നമ്മുടെ കണക്കിൽ ഒരു നാട്ടിലെ ഒരു ഓട്ടോറിക്ഷയ്ക്കുള്ള മണ്ണ് വേണം. അയ്യോ, പിന്നെ ഇത്രയും വലുത് എന്തിനാ മേടിച്ചു? ചെറുതില്ല, മിനിമം ഇത്ര ഉള്ള 2 അടിയുടെ, ഒരടിയെ മതിയായിരുന്നു. ആ പൈസക്ക് മോള് പറഞ്ഞ പോലെ ഓർഗാനിക് മേടിച്ച് കഴിക്കാം. അത്രേ ഉള്ളൂ, ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്കേ ഉള്ളൂ. പിള്ളേർക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പിള്ളേർക്ക് ഇഷ്ടമായോണ്ട് ഒരു രസത്തിന് വെക്കാണ് ഞങ്ങൾ. ഗീതമോനാണെങ്കിൽ മോൻ വന്നു കഴിഞ്ഞാൽ അന്നേരം തന്നെ അവന് ആദ്യം സ്കൂളിൽ നിന്ന് വന്നോണ്ട് ബുക്കെല്ലാം വെച്ചിട്ട് ചാടി ഇറങ്ങി ഇവിടെ വന്ന് ചെടിക്കെല്ലാം ആദ്യം വെള്ളം ഒഴിക്കും, എല്ലാം വന്ന് നോക്കും. അതിനുശേഷം വന്നിട്ട് ഇതിനകത്ത് നിൽക്കുന്ന ഓരോന്നിനെ കുറിച്ചും നോക്കി അതിനെക്കുറിച്ചൊക്കെ പുള്ളി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് പിള്ളേരുടെ ഒരു മാസം കഴിയുമ്പോൾ നാട്ടിലോട്ട് ഇതിന്റെ ഫലം ഞങ്ങൾക്ക് ഫോട്ടോയിലേ കാണാൻ പറ്റുള്ളൂ. അതെ ഓക്കെ. അപ്പോൾ ഏതായാലും പിള്ളേർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഒരു ടൈം പാസ്. എല്ലാം ചെലവെല്ലാം നോക്കുവാണെങ്കിൽ എല്ലാ അപ്പന്മാരും വല്യപ്പന്മാരും മക്കൾക്ക് വേണ്ടിയും കൊച്ചുമക്കൾക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത്. അതിന്റെ ഒരു ഭാഗം. ഏതായാലും ഇതൊരു പിള്ളേർക്കൊരു എൻഗേജ്മെന്റ് ആണ്. മാത്രമല്ല ഇവിടെ ഈ കൃഷി ഫാർമേഴ്സ് കിഡ് ഫാർമേഴ്സോ യങ് ഫാർമേഴ്സ് എന്നുമായിട്ടുള്ളൊരു ഇതുണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്യാം. ഇങ്ങനെയുള്ള വില്ലകളിലുള്ളവർക്ക് ഓരോ കൗണ്ടി ആയിട്ടോ മറ്റോ തോന്നുന്നു. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഷൂട്ട് ചെയ്ത് അയച്ചിട്ട് ഇതിൻ്റെ ഫലമാകുന്ന സമയത്ത് ഏതൊരു സീസൺ, ഇപ്പോൾ എല്ലായിടത്തും കൃഷി ചെയ്യുന്ന സമയമാണ്. ഇപ്പം ഓസ്റ്റിൻ എന്ന് പറയുന്ന ടെക്സാസ് മുഴുവൻ ഇപ്പോൾ ഈ സ്പ്രിങ് തുടങ്ങുന്ന സമയത്ത് എല്ലാവരും കൃഷി ചെയ്യുന്നത്. അപ്പോൾ ആ ടൈമിൽ ഇതിനെ സംബന്ധിച്ച് നമ്മളത് പോസ്റ്റ് ചെയ്തിട്ട് അവരൊരു സെലക്ഷൻ ഉണ്ട്. ഇനി അവർ വല്ലതും ഇൻസ്പെക്ട് ചെയ്യുമോ ഇല്ലോ എന്നറിയില്ല. ഇങ്ങനെ അലൻ പറഞ്ഞറിഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ളത് അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ വന്നിട്ട് നോക്കിയിട്ട് അതിന് അവാർഡൊക്കെ കൊടുക്കുന്നുണ്ട്. പിള്ളേരെ എൻകറേജ് ചെയ്യാണ്. അതൊക്കെ നല്ല പരിപാടിയാണ്. നമ്മുടെ നാട്ടിലും അതൊക്കെ ചെയ്താൽ നല്ലതാണ്. അപ്പം പിള്ളേർക്ക് കൃഷിയോടൊക്കെ ഉള്ള ഇൻട്രസ്റ്റ് കൂടും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരേണ്ടതാണ്. ഇതിൻ്റെ മൂല സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് ഇത് ഇങ്ങനത്തെ ഒരു ബ്രാക്കറ്റ്. ഇത് ഈ കോർണറിൽ വെച്ചിട്ട് ഇത് വെൽഡ് ചെയ്ത് കഴിയുമ്പോൾ അനങ്ങത്തില്ല. പിന്നെ ഈ പിടുത്തം കൂടെ വരുമ്പം പക്ക. പിന്നെ അതിൻ്റെ മുകളിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ലോക്കും ഉണ്ട്. അത് നോക്കണം എങ്ങനെ ഇടേണ്ടതെന്ന് നോക്കണം. ഈ വെയിലത്ത് തന്നെ നിന്ന് പണിയിടും. നമ്മൾ പണിയാൻ തുടങ്ങിയപ്പോൾ വെയിലില്ലായിരുന്നു. ഇപ്പം ചെറിയ ക്ലൗഡിയാണ് മൊത്തം. പിന്നെ വന്നപ്പം ഭയങ്കര തണുപ്പായിരുന്നു. ഇപ്പം പക്ഷെ ഒത്തിരി തണുപ്പ് കുറഞ്ഞ് ഒരു നോർമൽ ക്ലൈമറ്റ് ഇന്നത്തെ വെതർ വലിയ തണുപ്പില്ല, എന്നാൽ ചൂടും അങ്ങനെ ഇല്ല. ഉള്ളൊരിതുണ്ട്. എന്ത് അധ്വാനം നോക്കിയേ. നാട്ടിലെ അവിടെ സ്ഥലം കിടപ്പുണ്ട്, ഒരു പുല്ല് പറിക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല. ഓരോരുത്തർ അതിനാണ് പറയുന്നത് ഗതി കെട്ടാൽ പുല്ലും തിന്നും. കരിച്ചാൽ അവിടെ പിന്നെ ഫ്ലാറ്റിലായിരുന്നപ്പോൾ നമ്മൾ മേളിൽ ചെയ്യുമായിരുന്നല്ലോ. ഫ്ലാറ്റിലെ മേളിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഫ്ലാറ്റിലല്ല വില്ലയിലായിരുന്നു. അവസാനം വരെ ചെയ്തുവെങ്കിലും കുറേ കഴിയുമ്പം ഫലം കിട്ടാൻ വരുമ്പോൾ നമ്മൾ മനസ്സുമെടുത്തു പോകും. ഇത് പിന്നെ ഇപ്പം ഫ്ലാറ്റ് വന്നപ്പോഴത്തേനും നമ്മളിപ്പോൾ ഈ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എത്രമാത്രം സക്സസ് ആവുമെന്ന് അറിയത്തില്ല. ഏതായാലും ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ ഗുണമെന്ന് പറയുന്നത് ഇങ്ങനൊരു ബാക്ക് യാർഡ് ഉള്ളതാണ്. ഏതാണ്ട് 20 സെൻറ്റ് സ്ഥലമാണിത്. റെൻ്റൽ ഹൗസാണ്. എങ്കിലും അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യാമായിരുന്നു. മോനാണേലും പറഞ്ഞ് കാര്യമായിട്ടൊന്നും ചെയ്യേണ്ട, പിള്ളേർക്കൊരു എൻ്റർടൈൻമെൻറ്റ്, എനിക്കൊരു ടൈം പാസ്. എനിവേ ഇതാണ് അതിൻ്റെ ബഡിൻ്റെ സിസ്റ്റം. ഇതോടെ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് പൂർണ്ണമായതിന് ശേഷം ഇത് മോൻ വന്നിട്ട് വേണം, അവനോട് വന്നിട്ട് വേണം ഇത് ചെയ്യാൻ. അവൻ എന്നോട് പറഞ്ഞ് ഇത് ഫിറ്റ് ചെയ്യരുതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിന് കുഴപ്പമെന്നു വെച്ചാൽ ഈ ഷാർപ്പ് എഡ്ജ് ആയതുകൊണ്ട് പിള്ളേർ എന്തെങ്കിലുമൊക്കെ പിടിച്ചാൽ അവരുടെ കൈ മുറിയും. അതെ, ഇങ്ങനെയൊരു ഇതുണ്ട്. കൈയുറയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ പാക്കറ്റിൽ വരുന്നുണ്ട്. ഇത് ഓൺലൈനിൽ വാങ്ങിച്ചാണ്. ഇതിൻ്റെ വില എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. മോനാണ് ഓർഡർ ചെയ്തത്. എനിവേ നല്ലൊരു പരിപാടിയാണ്. ഈ രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു പരിപാടിയാണ്. ഓക്കെ, ഉച്ചയ്ക്ക് ഊണിന് സമയമായി. ഊണിന് വേണ്ടി വിളിക്കുന്നുണ്ട്. ഇവിടം കണ്ട ഈ മൂല ഇങ്ങനെ ചെയ്തു, ഇപ്പോഴത്തേനും പക്കായി. ഇതും അടി വെച്ച് കൊടുക്കും. ഓക്കെ, ഇവിടെ ഈ ബഡിനകത്ത് നിറച്ച് പുതിന കിളുത്ത് നിൽപ്പുണ്ട്. പുതിന നല്ല വലിപ്പമുള്ള ഇലകളാണ്. ഇത്തിരി മൂത്ത് തുടങ്ങി. നമ്മൾ പലയിടത്തും ടൂറും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയതുകൊണ്ട് കുക്കിംഗ് ഒക്കെ കുറവായിരുന്നു. ഇതാ നല്ല വലിപ്പമുള്ള ഇലയാണ്. തക്കാളിയുടെ വിത്തിട്ട് ടൊമാറ്റോ ഒക്കെ ഇങ്ങനെ കിളുത്ത് നിൽപ്പുണ്ട്. ടൊമാറ്റോയുടെ ചെടിയൊക്കെ കിളുത്ത് നിൽപ്പുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വെണ്ടയുണ്ട്.
ഞങ്ങൾ വന്നപ്പം ഇവിടെ നിറച്ച് റോസാപ്പൂ ഉണ്ടായി നിൽക്കുമായിരുന്നു. ഇപ്പം ആ സീസൺ കഴിഞ്ഞപ്പോഴത്തേക്കും പൂവെല്ലാം പോയി. ഇതെന്തോ ഒരു ഭയങ്കര ഫ്ലേവർ ഉള്ളൊരു ഇലയാണ് കേട്ടോ ഇത്. ആർക്കെങ്കിലും അറിയാവോ ഇതിനെക്കുറിച്ച്? ക്യാരറ്റാന്ന് തോന്നുന്നില്ല ഇത്. അതുപോലെ ഇരിക്കുന്ന എൻ്റെ ഇല. അവിടെ ഒരു പാവല് കിളുത്തുണ്ട്, പിന്നെ അതിൻ്റെ മൂലയ്ക്കൊരു കറിവേപ്പ് കിളുത്ത് വരുന്നുണ്ട്. തണുപ്പ് വരുമ്പോഴത്തേക്കും സീസൺ മാറുമ്പോൾ എല്ലാം പോകും. പിന്നെ അടുത്ത സീസണിൽ ഇതെല്ലാം കിളുത്ത് വരും. ഈ മരം തന്നെ നമ്മൾ വരുന്ന സമയത്ത് അതാണ്ട് ഈ നിൽക്കുന്ന മരത്തിൽ ഒരു ഇല പോലും ഉണ്ടായിരുന്നില്ല. ഒരു 1.5 മാസം കൊണ്ട് ഇത് നിറച്ച ഇലയായി. ഇതും എല്ലാം ഉണങ്ങി വീണുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഇവിടെ മുഴുവൻ ചപ്പായിരുന്നു. ഇതിപ്പം എല്ലാം തളിർത്ത് നിൽക്കുന്നു. ഇത് ഓക്ക് മരമാണ്. ഈ ഓസ്ട്രേലിയയിൽ കൂടുതൽ ഓക്ക് മരങ്ങളാണ്. ഒത്തിരി കാണാം വഴിയിലെല്ലാം. എൻ്റെ അപ്പുറത്തെ വീട്ടിലും എല്ലാം നിൽപ്പുണ്ട്. ഈ വേലിയ നിൽക്കുന്ന എല്ലാം പൂക്കളുണ്ടാകുന്നായിരുന്നു. ഇതെല്ലാം പൂവുണ്ടായി തീർന്നു. പിന്നെ ഓസ്റ്റിൻ മുഴുവൻ പൂക്കളാണ് വഴിയെല്ലാം. അങ്ങനെ ഇവിടെ വന്നപ്പോൾ അപ്പയ്ക്കൊരു പണിയായി. നാട്ടില് ബിസിനസ്സും ഇവിടെ കൂലിപ്പണി. പക്ഷെ ജീവിക്കാൻ വേണമെങ്കിൽ ഇതും പഠിക്കാം ഇവിടെ. അപ്പയ്ക്ക് പണിയും ചെയ്യാൻ മടിയില്ല. വേണ്ടി വന്നാൽ ഇവിടെ നമ്മുടെ മുറ്റത്തുണ്ടായ മല്ലിയാണ്. സ്വന്തം മല്ലി. ഇങ്ങനെ മല്ലിക്കായ ഉണ്ടായി ഇതിനകത്ത് മുഴുവൻ. അപ്പം ഇതെല്ലാം പറിക്കുക. ഇത്ര നേരം അപ്പ പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൂടി നന്നായിട്ട് എടുക്കും ഉണ്ടോ മല്ലി. ഇനി ഇത് ഒന്നുകൂടി ഒന്ന് ഉണക്കി നിറച്ചും മല്ലിയാണ്. ഇനി ഇവിടെയും കിടപ്പുണ്ട്. എല്ലാം കൂടെ എടുത്തിട്ട് വേണം. അറിയാം. ഓക്കെ. ഓക്കെ, ഗുഡ് ജോബ്. ഭയങ്കര മൂർച്ചയാണ്. ഇത് കൊട്ടില്ല. ഇവിടെയും വെണ്ടത്തൈ വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് ശക്തി പോരാ. നന്നായിട്ടുണ്ടാകുന്നുണ്ട്. ടൊമാറ്റോ നന്നായിട്ടുണ്ടാകുന്നുണ്ട്. പക്ഷെ അടുത്തേക്കുന്ന വെണ്ടയ്ക്ക് ശക്തി പോരാ. ഇത് ബീൻസാണ്. ബീൻസിൻ്റെ ഇല ഇങ്ങനെ കരിയുന്നു. എന്നാൽ ബീൻസ് ഉണ്ടായിട്ടുണ്ട്, അടിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഉണ്ടായി വരുന്നുണ്ട്. പക്ഷേ ഇല ഇങ്ങനെ കരിയുന്നുണ്ട്. ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു.
കൂടുതൽ അമേരിക്കൻ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.